ആരാണ് ഭാര്യ? എന്താണ് ഭർത്താവ്? വിവാഹം എന്താണ്? ഒരു പെണ്ണിൻ്റെ ജീവിതത്തിൽ വിവാഹം ഒരു പുതിയ വീട് മാറുക എന്നുള്ള മാത്രമല്ല, ഒരു പുതിയ വിശ്വാസം കൂടിയാണെന്നല്ല പറയാം നമ്മളൊക്കെ. ഒരു പുരുഷൻ്റെ ജീവിതത്തിൽ എങ്ങനെയാണ് വിവാഹം ഒരു ബന്ധം മാത്രമല്ല, ഒരു ഉത്തരവാദിത്വത്തിൻ്റെ ആരംഭമാണെന്നാണ് പറയാം. വിവാഹം, കല്യാണം എന്നൊക്കെ പറയുന്നതേ ഒരു രണ്ട് ശരീരങ്ങൾ തമ്മിൽ ഒന്നിക്കുക മാത്രമാണെന്ന് വിചാരിക്കരുത്. രണ്ട് മനസ്സുകൾ ഒരേ ദിശയിൽ ഇങ്ങനെ നടക്കാൻ പഠിക്കുന്ന യാത്രയാണെന്ന് പറയാം. ഭർത്താവ് എന്നുള്ളത് അവളെ നിയന്ത്രിക്കുന്നവനല്ല, മറിച്ച് അവളെ മനസ്സിലാക്കി അവളുടെ ജീവിതം ധൈര്യമായി കട്ടയ്ക്ക് ഞാൻ കൂടെയുണ്ട് എന്ന് പറയുന്ന കൂട്ടുകാരനും കൂടി ആവണം. ഭാര്യ എന്നതോ ഒരു വീടിൻ്റെ അലങ്കാരമാണെന്ന് വിചാരിക്കേണ്ട, അതൊരു വീടിൻ്റെ ഹൃദയവും ആത്മാവും സോളുമാണ്. ഒരു പെണ്ണ് വിവാഹിതയാകുമ്പോഴേ അവൾ തൻ്റെ സ്വപ്നങ്ങൾ മറക്കാനൊന്നും പോകുന്നില്ല കേട്ടോ. അവൾ പങ്കിടാൻ ഒരാളെ കിട്ടുന്നു എന്നുള്ളതാണ്. ഒരു പുരുഷൻ വിവാഹിതയാകുമ്പോഴെങ്ങനെയാണ് അവൻ ഒരു പെണ്ണിൻ്റെ ജീവിതം ഏറ്റെടുക്കുക മാത്രമല്ല ചെയ്യുന്നത്, അവൻ അവളുടെ ജീവിതം കൂടുതൽ മനോഹരമാക്കാനുള്ള വാഗ്ദാനങ്ങൾ നൽകുന്നു എന്നുള്ളതാണ്. ഭർത്താവ് എങ്ങനെയാണ് അവളുടെ സ്വാതന്ത്ര്യം ഒരിക്കലും ഹരിക്കുന്നവനല്ല, അത് കാത്തു സൂക്ഷിക്കുന്ന ഒരാളെന്ന് പറയാം. എന്നാൽ ഭാര്യയോ അവൻ്റെ ജീവിതം ത്യജിക്കുന്നവളല്ല, ബുദ്ധിമുട്ടിക്കുന്നവളല്ല, പൂർണ്ണമാക്കുന്ന ഒരാളെന്നാണ് പറയാം. അവൾക്ക് സ്നേഹം വേണം, മാന്യത വേണം, അവൾക്ക് കേൾക്കപ്പെടാനുള്ള അവകാശം വേണം. അതുപോലെ തന്നെ ഭർത്താവിനും സ്നേഹം വേണം, മനസ്സിലാക്കൽ വേണം. പിന്നെന്താ വേണ്ടതെന്നറിയോ? സമാധാനവും വേണം. വിവാഹം വിജയിക്കാനേ ഒരാൾ മാത്രം ശരിയായാൽ മാത്രം പോരാ കേട്ടോ. രണ്ട് മനസ്സുകളും ഒരുമിച്ച് വളരേണ്ട ഒന്നാണ്. ഒരു നല്ല ഭർത്താവ് ചോദിക്കും അവൾ സന്തോഷവതിയാണോ എന്നില്ല. ഇരുവരും ഒരുമിച്ച് ചോദിക്കുമ്പോഴേ അത് ഒരുമിച്ചുള്ള യാത്ര മുന്നോട്ട് പോകുന്നുണ്ടോ എന്ന്. ഒരു നല്ല ഭാര്യ എന്താ ചോദിക്കാന്നറിയോ? അവൻ സമാധാനത്തിലാണോ എന്നുള്ളത്. വിവാഹം രണ്ടും ഒരു ബന്ധം മാത്രമാണെന്ന് വിചാരിക്കേണ്ട ഒരു യാത്ര കൂടിയാണെന്ന് പറയാം. ഭർത്താവ് അധികാരമല്ല, അത് സംരക്ഷണമാണ്. ഭാര്യ എന്ന് പറയുന്നത് ബാധ്യതയുമല്ല, അതൊരു അനുഗ്രഹമാണ്, ബ്ലെസ്സിങ് ആണെന്ന് പറയാം. ഒരുപാട് സ്നേഹം. താങ്ക് യു.